പ്രിയ സജ്ജനങ്ങളെ, നമസ്കാരം. ഭഗവത്ഗീതയിലെ രണ്ടാമത്തെ അധ്യായമായ സാഖ്യയോഗത്തിലെ 15 വരെയുള്ള ശ്ലോകങ്ങളാണ് നാം ഇന്നലെ വരെ ചർച്ച ചെയ്തത്. ഇന്ന് നമുക്ക് 16-ാമത്തെ ശ്ലോകത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യേണ്ടത്. നാസതോ വിദ്യതേ ഭാവോ നാഭാവോ വിദ്യതേ സദഃ ഉഭയോരപി ദൃഷ്ടോ അന്തസ്തനയോസ്തത്വദർശിഭിഃ. നാസതോ വിദ്യതേ ഭാവോ ന ഭാവോ വിദ്യതേ സദഃ ഉഭയോരപി ദൃഷ്ടോ അന്തസ്തനയോസ്തത്വദർശിഭിഃ. അസതഃ അസത്തിന്, ആത്യന്തികമായ ഇല്ലാത്തതിന്, ഭാവം ഉണ്ടെന്ന ഭാവം, ന വിദ്യതേ ഇല്ല. സദ സത്തിന്, ആത്യന്തികമായി ഉള്ളതിന്, അഭാവമില്ലായ്മ, ന വിദ്യതേ ഇല്ല. അനയോ ഉഭയോ അപി, ഈ രണ്ടിനെയും തന്നെ, അന്തം തീർപ്പ് നിർണയം, തു ആകട്ടെ, തത്വദർശിഭിഃ തത്വദർശികളാൽ, ദൃഷ്ട കാണപ്പെട്ടിരിക്കുന്നു. ഇതാണ് വാക്കുകളുടെ അർത്ഥം. ഇതിൻ്റെ ഭാവാർത്ഥം: ആത്യന്തികമായി ഇല്ലാത്തതിന് ഉണ്ടെന്നുള്ള ഭാവം ഇല്ല, ഉള്ളതിനാകട്ടെ ഇല്ലായ്മയുമില്ല. ഈ രണ്ടിൻ്റെയും നിർണയം തത്വദർശികളാൽ അറിയപ്പെട്ടിരിക്കുന്നു. ഭഗവത്ഗീതയിലെ ശ്ലോകത്തിൻ്റെ അർത്ഥത്തെ മാത്രം പഠിക്കുന്ന ആൾ ഭഗവത്ഗീത പെട്ടെന്ന് പൂട്ടിവെക്കുന്നതിൻ്റെ കാരണം ഇത്തരം ശ്ലോകങ്ങൾ തന്നെയാണ്. കാരണം സാമാന്യ ജനത്തിന് ഈ കാര്യങ്ങൾ ഒന്നും പിടികിട്ടില്ല. ഉണ്ട് എന്ന അവസ്ഥയില്ല, എന്നാൽ ഇല്ല എന്ന അവസ്ഥയുമില്ല. ഇതെന്താണ് പറയുന്നത്? ഇത് പരസ്പര വിരുദ്ധമാണോ പരസ്പര പൂരകങ്ങളാണോ എന്നൊക്കെ നാം സംശയിക്കും. ഇവിടെ ബ്രഹ്മസത്യം ജഗത് മിഥ്യ എന്ന് പറയുന്ന മഹാവാക്യത്തെ നാം കേട്ടിട്ടുണ്ടല്ലോ. ബ്രഹ്മമാകുന്നു സത്യം, ജഗത്ത് അത് മിഥ്യയാണ്, മിഥ്യ ഇല്ലാത്തത്. ഞാനും നിങ്ങളും ഇല്ലാത്തതാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാ വിശ്വസിക്കുക? ഞാൻ സംസാരിക്കുന്നു, നിങ്ങൾ കേൾക്കുന്നു, അപ്പൊ ഞാനുമുണ്ട്, നിങ്ങളുമുണ്ട്, ഈ മൊബൈലുമുണ്ട്, ഈ കാണുന്ന ഭൂമിയുണ്ട്, ആകാശമുണ്ട്, സർവചരാചരങ്ങളും നമുക്ക് ചുറ്റും കാണുന്നു. ഇതൊന്നുമില്ലേ? എന്നാൽ ഇതൊന്നും ഇന്നലകളില്ല, ഇന്നുണ്ട്, നാളെ ഇല്ലാതാകും, ജനിമൃതികൾക്ക് വിധേയമാകുന്നു, ജനിച്ച് ജീവിച്ച് മരിച്ചു പോകുന്നു എങ്കിൽ ഇതിനെ മിഥ്യ എന്ന് പറയുന്നു. മിഥ്യ എന്ന് പറഞ്ഞാൽ ഇപ്പം നിലനിൽക്കുന്ന ഈ വ്യവസ്ഥയിൽ, ഈ 2019 നിങ്ങളും ഞാനും ഇല്ല എന്നല്ല അതിൻ്റെ അർത്ഥം. മറിച്ച് ഇതൊന്നും ശാശ്വതങ്ങളല്ല. അതിൽ ഈ ഭൂമിയും വരും. ഈ ഭൂമിയും നിങ്ങളും ഞാനും ശാശ്വതങ്ങളല്ല, അത് മിഥ്യയാണ്. പിന്നെ ഏതാണ് സത്യം? ബ്രഹ്മസത്യം. ഏതാണ് ബ്രഹ്മം? ഈ പ്രപഞ്ചത്തിൻ്റെ, അല്ലെങ്കിൽ പ്രപഞ്ചത്തിനും അതീതമായിട്ട് മറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം അടിസ്ഥാന തത്വത്തെയാണ് ഹിന്ദുക്കൾ ബ്രഹ്മം എന്ന പേരിൽ വിളിക്കുന്നത്. ഈ ബ്രഹ്മം ഉണ്ടായതല്ല, അതുള്ളതാണ്. ഉണ്ടാക്കപ്പെട്ട സർവ്വതിനും നാശമുണ്ട്. ഉണ്ടാക്കപ്പെടാത്ത ഒന്നാണ് ബ്രഹ്മം, അതിനൊരിക്കലും നാശവുമില്ല. സൃഷ്ടാവ് സൃഷ്ടികളെ ഉണ്ടാക്കുന്നുവെങ്കിൽ സകല സൃഷ്ടികൾക്കും നാശവും നാം കാണുന്നുണ്ട്. എന്നാൽ സകല സൃഷ്ടികൾക്കും പിറകിൽ ഒരിക്കലും ഉണ്ടാകാത്തതും നശിപ്പിക്കാത്തതുമായ ഒരു സത്യമുണ്ട്. ആ സത്യത്തെയാണ് നീ തിരിച്ചറിയേണ്ടത് അർജുന. ഭഗവാൻ അർജുനനെ വേദാന്തത്തിലേക്ക് ഉയർത്തുകയാണ്. അറിവിൻ്റെ പരമോന്നതമായ തലത്തെയാണ് നാം വേദാന്തം എന്ന് പറയുന്നത്. ഗീത, ഭഗവത്ഗീത സകല വേദങ്ങളുടെയും സാരസംഗ്രഹമാണ്. ഇതം ഗീതാശാസ്ത്രം സർവ വേദാർത്ഥ സാരസംഗ്രഹം. ആ സാരസംഗ്രഹത്തിലേക്ക് ഭഗവത്ഗീത ഉപദേശിച്ചുകൊണ്ട് ഭഗവാൻ അർജുനനെ ഉയർത്തുന്നു. ആത്യന്തികമായി ഇല്ലാത്തതിന് ഉണ്ടെന്നുള്ള ഭാവമില്ല, ഉള്ളതിനാകട്ടെ ഇല്ലായ്മയുമില്ല. ഇല്ലാത്തതിന് ഉണ്ടെന്ന ഭാവമില്ല എന്ന് വെച്ചാൽ എന്താണ് അർത്ഥമാക്കുന്നത്?
ആത്യന്തികമായി ശാശ്വതമായി ഉണ്ട് എന്ന അവസ്ഥ നശ്വരങ്ങളായ നമുക്ക് ചുറ്റും കാണുന്ന ഒന്നിനും ഇല്ല എന്ന് മനസ്സിലാക്കുക. അർജുന, നീ യുദ്ധം ചെയ്യേണ്ട ഭീഷ്മർ, നീ യുദ്ധം ചെയ്യേണ്ട ദ്രോണർ, അത് ജനിമൃതികൾക്ക് വിധേയമാകുന്ന ശരീരരൂപങ്ങൾ മാത്രമാകുന്നു. ഇന്നല്ലെങ്കിൽ നാളെ അത് തിരോഭവിക്കുന്നതാണ് എന്ന് നീ അറിയുക. എന്നാൽ ഒരിക്കലും ഉണ്ടാകാത്തതും ഇല്ലാതാക്കാൻ പറ്റാത്തതുമായ ഒരു സത്യമുണ്ട്. ഈ രണ്ടിനെയും നിർണയം തത്വദർശികളാൽ അറിയപ്പെട്ടിരിക്കുന്നു. ഇത് സാമാന്യ ജനങ്ങൾക്കറിയില്ല. പക്ഷേ തത്വത്തെ ദർശിക്കുന്നവരെ, ഒരു സത്യത്തിന്റെ പിറകിൽ നിരന്തരം സഞ്ചരിച്ചാൽ ആ സത്യത്തിന്റെ തത്വത്തെ നാം കണ്ടെത്തുന്നു. ഇങ്ങനെയാണ് വിമാനം കണ്ടുപിടിച്ചത്, ഇങ്ങനെയാണ് ടെലിവിഷൻ കണ്ടുപിടിച്ചത്. ഒരു പ്രത്യേക ലക്ഷ്യത്തിനു വേണ്ടി നിരന്തരം പരിശ്രമിച്ച് അതിലേക്ക് നിരന്തരമായി, അതിന് ഭാരതം ഉപയോഗിക്കുന്ന വാക്കാണ് തപസ്. തപസ് എന്ന വാക്കുകൾ കൊണ്ട് പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ഇത് സന്യാസിമാർക്കുള്ളതാണ്, ഇത് താടി വളർത്തിയവർക്കുള്ളതാണ് എന്നൊക്കെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. സത്യത്തെ നിരന്തരമായി അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നതാണ് തപസ് എന്ന് മനസ്സിലാക്കുക. ആ തപസ്സനുഷ്ഠിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് തത്വദർശികളാൽ അവർ ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ട് തത്വദർശികൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ച് ആകുലപ്പെടുന്നില്ല. ഇതിന്റെ തൊട്ടു മുമ്പത്തെ ശ്ലോകം നാം ചിന്തിച്ചത് എന്തായിരുന്നു? ശീതവും ഉഷ്ണവും പോലെ. ശീതവും ഉഷ്ണവും ആപേക്ഷികങ്ങളാണ്. ഒരാൾക്ക് ചൂടായി തോന്നുന്നത് മറ്റൊരാൾക്ക് ചൂടായി തോന്നണമെന്നില്ല. തണുപ്പുള്ള ഒരു കാലാവസ്ഥയിൽ ഒരാൾ ജീവിക്കുന്നു. തണുപ്പുള്ള കാലാവസ്ഥയിൽ ജീവിക്കുന്ന ഒരാൾക്ക് വല്ലാതെ തണുപ്പ് അനുഭവപ്പെടുന്നു. എന്നാൽ തണുപ്പുള്ള കാലാവസ്ഥയിൽ തീക്ക് തൊട്ടടുത്ത് ഒരാൾ നിരന്തരം തീക്കാഞ്ഞു കൊണ്ടിരിക്കുകയാണെങ്കിൽ അയാൾ ആഗ്രഹിക്കുന്നു അല്പം തണുപ്പ് കിട്ടിയിരുന്നെങ്കിൽ, തണുക്കുന്ന ആൾ ആഗ്രഹിക്കുന്നു അല്പം ചൂട് കിട്ടിയിരുന്നുവെങ്കിൽ ഈ ശീത ഉഷ്ണം വ്യക്തികളെ സംബന്ധിച്ച് ആപേക്ഷികങ്ങളാണ്. എൻ്റെ ചൂട് എനിക്ക് ദുഃഖമായി മാറിയപ്പോൾ ഞാൻ അല്പം തണുപ്പിനാഗ്രഹിച്ചു. എൻ്റെ തണുപ്പ് എനിക്ക് ദുഃഖമായി മാറുമ്പോൾ ഞാൻ അല്പം ചൂടിനെ ആഗ്രഹിക്കുന്നു. ഇത് ആപേക്ഷികങ്ങളാണ്. ഇതുപോലെ സുഖവും ദുഃഖവും ആപേക്ഷികങ്ങളാണ്. ഇതിനെ ആത്യന്തികമായിട്ട് അർജുന നീ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ്? ഉണ്ട് എന്ന അവസ്ഥയില്ല, ഇല്ല എന്ന അവസ്ഥയുമില്ല. ഇവ രണ്ടിനെയും പണ്ഡിതന്മാർ അറിയുന്നു. എന്ന് വെച്ചാൽ ശാശ്വതമായി നിലനിൽക്കുന്ന ഒരു സത്യമുണ്ട്. ആ സത്യത്തെ നീ അറിഞ്ഞാൽ ഈ നശ്വരങ്ങളായ ഭൗതിക ജീവിതത്തെയും യുദ്ധത്തെയും ആ യുദ്ധത്തിലെ മരണത്തെയും ഒന്നും നിന്റെ മനസ്സിനെ ബാധിക്കുന്ന വിഷയമായി മാറില്ല. ഇവിടെ നീ ഒരു സത്യം മനസ്സിലാക്കൂ അർജുന. എന്താണുള്ളത്? മണ്ണ് ഉപയോഗിച്ച്, കളിമണ്ണ് ഉപയോഗിച്ച് ഒരാൾ മൺകലമുണ്ടാക്കുന്നു, മൺചട്ടി ഉണ്ടാക്കുന്നു, പൂച്ചട്ടി ഉണ്ടാക്കുന്നു. എല്ലാത്തിൻ്റെയും അടിസ്ഥാനം മണ്ണാണ്. ഈ പൂച്ചട്ടിയും മൺകലവും മൺചട്ടിയും എല്ലാം പൊട്ടിപ്പോയിട്ട് വീണ്ടും മണ്ണായി മാറുന്നു. ആ മണ്ണ് തൂക്കിയാൽ ഇതേ ഭാരം കിട്ടുകയും ചെയ്യുന്നു. എത്ര മണ്ണ് ഉപയോഗിച്ചാണോ അയാൾ ഒരു ചട്ടി ഉണ്ടാക്കിയത്, ആ മൺകലം ഉടച്ചു കഴിഞ്ഞാൽ അതേ മണ്ണ് അദ്ദേഹത്തിന് ലഭിക്കുന്നു. എന്നാൽ ഇവിടെ മൺചട്ടി ഇല്ലേ? മൺചട്ടി ഉണ്ട്. പൂച്ചട്ടി ഇല്ലേ? പൂച്ചട്ടി ഉണ്ട്. എന്നാൽ മൺചട്ടി ഉണ്ടോ? മൺചട്ടി ഇല്ല. കാരണം അത് മണ്ണാണ്. ആ മണ്ണിന്റെ ഇടയിൽ അല്പം സ്പേസ് ഉണ്ട്, അത് നമുക്ക് ഉപയോഗിക്കാം. ആ ശൂന്യതയാണ് നാം ഉപയോഗിക്കുന്നത്. സത്യത്തിൽ മൺചട്ടിയെയാണോ നാം ഉപയോഗിക്കുന്നത്? മൺചട്ടിക്ക് നടുവിലുള്ള ശൂന്യതയാണ് ഉപയോഗിക്കുന്നത്, മൺചട്ടിയെയല്ല. മൺചട്ടിക്ക് നടുവിലെ ശൂന്യതയെ, ആ ശൂന്യതയിലേക്ക് വെള്ളമൊഴിക്കുമ്പോൾ ആ വെള്ളം പുറത്തേക്ക് പോകാതിരിക്കുവാൻ ചുറ്റും കളിമണ്ണ് നിരത്തിയിരിക്കുന്നു. ആ മൺചട്ടി പൊട്ടി വീണ്ടും മണ്ണായി മാറുമ്പോൾ അതിൽ അടിസ്ഥാനപരമായ തത്വം മാത്രം ബാക്കിയാകുന്നു. ഏതായിരുന്നു ആ തത്വം? അത് മണ്ണ് എന്ന തത്വമായിരുന്നു. മണ്ണിനെ പൂച്ചട്ടിയാക്കിയാലും മണ്ണിനെ മൺചട്ടിയാക്കിയാലും മറ്റെന്തെങ്കിലും കരകൗശല വസ്തുവാക്കിയാലുമെല്ലാം അടിസ്ഥാനപരമായിട്ട് അതിൽ നിലനിൽക്കുന്നത് മണ്ണാണ് എന്നറിയുക. ഇതുപോലെ ബ്രഹ്മം എന്ന് പറയുന്ന ഈശ്വര ചൈതന്യം, ഈശ്വരൻ
സകല രൂപത്തിലും ഭാവത്തിലും നമുക്ക് ചുറ്റുമുണ്ട്. പഴുതാരയുടെ, പാമ്പിന്റെ, കീരിയുടെ, ചൊറിപ്പുഴുവിന്റെ, കുയ്യാനയുടെ, എൻ്റെ നിന്റെ രൂപത്തിൽ ഈ ബ്രഹ്മം, ഈശ്വരൻ എന്നിലും നിന്നിലുമെല്ലാം വസിക്കുന്നു. ആ ഈശ്വരൻ നശ്വരമാണ്, ക്ഷമിക്കണം, അനശ്വരമാണ്, ഒരിക്കലും നശിക്കാത്തതാണ്. എന്നാൽ ഈ മിഥ്യ, നീയും ഞാനും നശ്വരമാണ്, നശിക്കുന്നതാണ്. അതുകൊണ്ട് അർജുന, നീ അറിയുക, നീ ഏതൊരു ദുഃഖത്തെയാണോ നീ തേടി കണ്ടുപിടിച്ചിരിക്കുന്നത്, ആ ദുഃഖത്തിന്റെ അടിസ്ഥാനം ശാശ്വതമല്ല. നീ യുദ്ധഭൂമിയിൽ ഇപ്പോൾ വന്നിരിക്കുന്നത് ഈ കാലഘട്ടത്തിൽ നിലനിൽക്കുന്ന വ്യവസ്ഥയെ, ധർമ്മത്തെ സംരക്ഷിക്കുവാനാണ്. അവിടെ നീ സൈനികനോട് യുദ്ധം ചെയ്യണം, അവിടെ നീ പിതാമഹനോട് യുദ്ധം ചെയ്യണം. എന്നാൽ നീ ഇന്നല്ലെങ്കിൽ നാളെ യുദ്ധം ചെയ്യുകയോ ചെയ്തില്ലെങ്കിൽ പോലും ഈ പിതാമഹനും ഈ കാണുന്ന കുതിരകളും ആനകളും എല്ലാം മരിച്ചു പോകും, ഇല്ലാതാകും. കാരണം അതൊന്നും തന്നെ ശാശ്വതങ്ങളായിട്ട് ഇവിടെ നിലനിൽക്കുന്നല്ല. അതുകൊണ്ട് ബ്രഹ്മമാകുന്നു സത്യം, ജഗത്ത് മിഥ്യയാണ് എന്ന വിശാലമായ അർത്ഥത്തെ ഗ്രഹിക്കുവാൻ വേണ്ടി അർജുനനെ ഉപദേശിക്കുകയാണ്, അഥവാ ഉപദേശങ്ങളെ തുടരുകയാണ് ഭഗവാൻ. നാസതോ വിദ്യതേ ഭാവോ നാഭാവോ വിദ്യതേ സദഃ ഉഭയോരപി ദൃഷ്ടോ അന്തസ്ഥനയോസ്തത്വദർശിഭിഃ. ഇന്നലെ ഭഗവത്ഗീതയുടെ പഠനത്തിൽ ഒരു ചെറിയ ആശയക്കുഴപ്പത്തെക്കുറിച്ച് നമ്മുടെ പഠിതാക്കൾ സൂചിപ്പിച്ചിരുന്നു. അത് മറ്റൊന്നുമായിരുന്നില്ല, വിവേകാനന്ദ സ്വാമികൾ തൻ്റെ ഗുരുവായ ശ്രീരാമകൃഷ്ണ പരമഹംസർ മരിച്ച് അദ്ദേഹത്തിൻ്റെ ചിതാഭസ്മവുമായി പോകുമ്പോൾ പൊട്ടിക്കരഞ്ഞതും, അദ്വൈതാശ്രമം സ്ഥാപിച്ച് അവിടെ ശ്രീരാമകൃഷ്ണദേവന്റെ ഫോട്ടോ വെച്ചപ്പോൾ ഈ കിളവന്റെ ഫോട്ടോ ഇവിടുന്ന് എടുത്തു മാറ്റണമെന്നും പറഞ്ഞത് എന്തിനായിരുന്നു? അത് ഇന്നലെ അല്പം വിശദീകരിക്കുവാൻ വിട്ടുപോയതായിരുന്നു. വിവേകാനന്ദ സ്വാമികൾ സ്ഥാപിച്ചത് അദ്വൈതാശ്രമമാണ്. ഏകമേവ അദ്വിതീയം ബ്രഹ്മ. ഏകം, ഒന്ന് എന്നല്ല പറഞ്ഞത്, അദ്വിതീയം, രണ്ടില്ലാത്ത ഒന്നാകുന്നു ഈശ്വരൻ. ഈശ്വരൻ രണ്ടില്ലാത്ത ഒന്നാണ് എന്ന തത്വത്തെ സാക്ഷാത്കരിക്കുവാൻ വേണ്ടിയിട്ടാണ് അദ്വൈതാശ്രമം ഉണ്ടായത്. ആ ആശ്രമത്തിൽ ആദ്യം തന്നെ ഗുരുനാഥന്റെ ഫോട്ടോ വെച്ചാൽ നാളെ വിവേകാനന്ദ സ്വാമി സമാധിയായാൽ അദ്ദേഹത്തിന്റെ ഫോട്ടോവും വെക്കും. അങ്ങനെ ഒരു 10-50 വർഷം കൊണ്ട് അവിടെ ആചാര്യന്മാരുടെ ഫോട്ടോ കൊണ്ട് നിറയും. പിന്നീട് ദേവന്മാരുടെ ഫോട്ടോ വരും. അങ്ങനെ ഏതൊരു അദ്വൈതത്തെ പ്രാപിക്കുവാനുള്ള ആശ്രമമാണോ പണിതത്, അവിടെ വ്യക്തിപൂജ നടത്തപ്പെടും, അവിടെ പ്രതീകങ്ങളിലൂടെ ആരാധന നടത്തപ്പെടും. അതുകൊണ്ട് പറഞ്ഞു, അദ്വൈതത്തിൽ ഒന്നേയുള്ളൂ. കൊളത്തൂർ അദ്വൈതാശ്രമത്തിൽ നമ്മൾ ചെന്നാൽ കാണുന്ന ഒരൊറ്റ ഫോട്ടോയുള്ളൂ, അത് ഓങ്കാരത്തിന്റെ ആ ചിത്രം മാത്രമാണ്. ഓം ഏകാക്ഷരം ബ്രഹ്മ, പ്രണവാകാരത്തിന്റെ പ്രതീകമായ, ബ്രഹ്മത്തിന്റെ പ്രതീകമായ ഓങ്കാരത്തിന്റെ ഒരു ചിഹ്നമല്ലാതെ അദ്വൈത ആശ്രമങ്ങളിൽ നമ്മൾ ഒന്നും കാണില്ല. അവിടെ തൻ്റെ ഗുരുനാഥനോട് തനിക്ക് എന്തെന്നില്ലാത്ത പ്രേമമുണ്ടായിരുന്നു, സ്നേഹമുണ്ടായിരുന്നു. ആ ഗുരുനാഥന്റെ ദേഹവിയോഗം നടന്നപ്പോൾ എന്തെന്നില്ലാത്ത ദുഃഖവും അത് പ്രകടിപ്പിക്കുക കൂടി ചെയ്തു വിവേകാനന്ദ സ്വാമികളെങ്കിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ചത് വേദാന്തത്തിന്റെ പരമോന്നതമായ തലത്തിലേക്ക് തൻ്റെ ശിഷ്യഗണങ്ങളെ ഉണർത്തുവാനും ഉയർത്തുവാനും വേണ്ടിയിട്ടാണ്. അവിടെ വ്യക്തിപൂജയില്ല, അവിടെ വിഗ്രഹാരാധനയില്ല. അവിടെ ഉള്ളത് ഈശാവാസ്യമിതം സർവക്കിഞ്ച ജഗത്യാം ജഗത്, ഈശ്വരൻ വസിക്കുന്നു സർവചരാചരങ്ങളിലും എന്ന് പറയുന്ന അദ്വൈതത്തെ ആരാധിക്കലാണ്, അദ്വൈതത്തിലേക്ക് ഉയരലാണ്. അവിടെ പ്രതീകങ്ങളോ വിഗ്രഹങ്ങളോ പാടില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്വൈത ആശ്രമത്തിൽ തൻ്റെ ഗുരുനാഥന്റെ ഫോട്ടോ വെച്ചപ്പോൾ വളരെ ശക്തമായ രീതിയിൽ വിവേകാനന്ദ സ്വാമികൾ പ്രതികരിച്ചത്. കാരണം ഇവിടെ ഭഗവാൻ പറയുന്നുണ്ട്, അർജുനന്റെ വിഷാദയോഗത്തിന് ശേഷം എൻ്റെ അഭിപ്രായമൊക്കെ ശരിയാണോ എന്ന രീതിയിൽ അർജുനൻ ഭഗവാനെ നോക്കിയപ്പോൾ പറഞ്ഞത്, കുതസ്ത്വ കശ്മലമിതം വിഷമേ സമുപസ്ഥിതം മനാരജിഷ്ടമസ്വർഗ്യം അകീർത്തികരം അർജുന. ഈ കശ്മല ഭാവം നിനക്ക് എവിടുന്ന് കിട്ടി അർജുന ഈ വിഷമഘട്ടത്തിൽ?
അതായത് നീ പറഞ്ഞ ഒന്നിനെയും ഞാൻ സ്വീകരിച്ചില്ലെന്ന് മാത്രമല്ല, നീ ഇപ്പൊ ഈ കാണിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ കശ്മല ഭാവമാണ് എന്ന് അടിവരയിട്ടങ്ങ് പറഞ്ഞതോടുകൂടി അർജുനന് മനസ്സിലായി ഞാൻ പറഞ്ഞതൊക്കെ പമ്പര വിഡ്ഢിത്തങ്ങളായിരുന്നു എന്ന്. പിന്നീടാണ് ശിഷ്യഭാവത്തെ അർജുനൻ പ്രാപിക്കുന്നതും എന്നെ ഉപദേശിക്കണമേ എന്നൊക്കെ പറയുന്നത്. ഇതുപോലെ അദ്വൈതാശ്രമത്തിൽ ഗുരുനാഥന്റെ ഫോട്ടോ വെച്ചതും അതിനെ എന്തെന്നില്ലാത്ത ക്രോധത്തോടുകൂടി സ്വാമിജി പ്രതികരിച്ചതും നാളെ ഇതാവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ ചെറിയൊരു ലൂസ് ഉണ്ടായാൽ മതി, അദ്വൈതാശ്രമം ദ്വൈതാശ്രമമായിട്ട് മാറും. ദേവന്മാരും ഗുരുക്കന്മാരും എല്ലാം നിറയുന്ന സൃഷ്ടിയും സൃഷ്ടാവും രണ്ടാണ് എന്ന് വിശ്വസിക്കുന്ന മതങ്ങളുടെ കേന്ദ്രങ്ങളായിട്ട് മാറുവാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് അദ്വൈത വേദാന്തത്തിന്റെ പരമാചാര്യനായ വിവേകാനന്ദ സ്വാമികൾ അദ്ദേഹത്തിന്റെ അദ്വൈതാശ്രമത്തിൽ ഗുരുനാഥന്റെ ഫോട്ടോയോട് ഇങ്ങനെ പ്രതികരിച്ചത് എന്ന് മനസ്സിലാക്കുക. 17ാമത്തെ ശ്ലോകം നമുക്ക് നാളെ ചിന്തിക്കാം. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.